മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറി വയ്ക്കാനാണ്. അപ്പോൾ ഇഞ്ചി ഒരു കഷ്ണം, വെളുത്തുള്ളി ഒരു കുടം, ഒരു 3 പച്ചമുളക്, ഒരു 3 തക്കാളി, കുറച്ച് വേപ്പില, ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ മിക്സിയിലിട്ടിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാൻ പോവാണ്. പിന്നെ വേറൊരു തരം കറിയാണ് വയ്ക്കുന്നത്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ അത് തണുത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കുറച്ചെടുത്തിട്ട് വറുത്ത് പിന്നെ കുറച്ച് നാളേക്ക് വെച്ചു. അങ്ങനെയൊക്കെ ആകെ കുറച്ച് ഞാൻ വെക്കുന്നുള്ളൂ. അതിൻ്റെ മുള്ളും തലയും ബാക്കി കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് കറി വയ്ക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇടുന്നത് വെളിച്ചെണ്ണ വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. അത് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഉലുവ ഒരു 1/4 ടീസ്പൂണും ഒരു 1/2 ടീസ്പൂൺ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സബോള നന്നായി വഴന്ന് വരട്ടെ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. ഒരു ലേശം ചാറ് മതി നമുക്കിത് അത് ഭക്ഷണം കഴിക്കാം. ഇത്ര രസത്തിൻ്റെ ചാറിനൊക്കെ. അപ്പോൾ ഞാൻ തക്കാളി, പച്ചമുളകും, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില ഒക്കെ ചേർത്ത് ഞാൻ പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ചേരുമ്പോൾ ഇതിന് കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. അതിങ്ങനെ കിടന്ന് വെളിച്ചെണ്ണയിൽ അത് തെളിഞ്ഞ് വരുന്നുണ്ട് നമ്മൾ ഇളക്കി വച്ചിട്ട്. അപ്പം ഇതായി വരട്ടെ. സബോള ഒരുവിധം മുരിഞ്ഞ് വന്ന പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഞാൻ നേരത്തെ അടിച്ച് വെച്ച തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില ഇതൊക്കെ കൂടി ഇതിലേക്ക്. തക്കാളി ഒരു 3 തക്കാളി ഉണ്ട്. അപ്പോൾ അതിങ്ങനെ അടിച്ചിട്ട് നമ്മൾ അടിച്ചതാണ്. അപ്പോൾ ഈ ചാറിന് നല്ല കുറുതായി കിട്ടുന്നത്. ഇത് വെളിച്ചെണ്ണ തെളിഞ്ഞ് വരുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴത് ആവുള്ളൂ. അത് കിടന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇളക്കി കൊടുത്ത് അത് ശരിയാക്കി എടുക്കണം. അപ്പോൾ ഇത് നന്നായി വെളിച്ചെണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എനിക്കിന്ന് പൊടികൾ ഇട്ട് കൊടുക്കാം. നന്നായി ആയി വന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവുണ്ട്. വെളിച്ചെണ്ണ നന്നായി തെളിഞ്ഞ് ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു സ്പൂണും കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂണും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. ഞാൻ അധികം മുളക് ചേർക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ മുളക് ചേർക്കാം. ഞാൻ ഇപ്പോൾ ഈ കുരുമുളകും പച്ചമുളകൊക്കെ ചേർത്ത കാരണം അപ്പൂനും കൂടി കഴിക്കാനുള്ളത് കൊണ്ടാണ്. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടിക്ക് പകരം സാധാ മുളക് പൊടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് ഇടാൻ പോവാണ്. അതിൻ്റെ പച്ചമണം പോകുന്ന വരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കാം. ഈ കറിക്ക് നമ്മളിങ്ങനെ ഉണ്ടാക്കി വരുമ്പോൾ നല്ല കുറുതായിരിക്കും. ഒരു ലേശം ചാറ് മതി ഭക്ഷണം കഴിക്കാൻ. മീനെന്നെ വേണമെന്നില്ല. ഇത്ര നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. ഇതൊക്കെ ചേർത്തുണ്ടാക്കുമ്പോൾ അങ്ങനെ അതിൻ്റെ പച്ചമണം പോകണം വരെ ഒന്നൊരു 5 മിനിറ്റ് നമുക്ക് ഇതിൽ തന്നെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ആ ഒരു പച്ച കുത്തിനെ നമുക്ക് അതിനുശേഷം നമുക്ക് ഒരു 2-3 കുടപ്പുളി, ഞാൻ ചെറിയ കുടപ്പുളി ആട്ടാ, അത് സോക്ക് ചെയ്ത് വെച്ച് അതിൽ ചോദിച്ചിട്ടുണ്ട്. അതിനോട് ഒപ്പം തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മീനൊന്നായി വരാനായിട്ട്. അപ്പോൾ അത് തിളച്ച് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
ചാറ് വേണം അതേസമയം അത് കുറുതായിരിക്കുന്ന ഒരു ചാറായിരിക്കാനാണ്. അപ്പം നമ്മൾ ഉപ്പും അല്ലാതും ചേർത്താണ് ചാറ്. ഞാനിപ്പം ഈ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ അടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വേപ്പലയും ഇട്ടടിച്ചിരുന്നു. അപ്പോൾ തന്നെ വേപ്പലൊക്കെ ഇട്ട് കൊടുക്കാൻ ഇനി നമുക്ക് മീനിടുമ്പോൾ അതിനോടൊപ്പം ഇട്ട് കൊടുക്കാം. അപ്പം തിളച്ച് വരട്ടെ. അപ്പം നമ്മുടെ കുഴപ്പുളി ഒഴിച്ചൊക്കെ നന്നായി തിളച്ച് വന്നിട്ട് കണ്ട ഇപ്പം തന്നെ ചാറ് കണ്ട ഭയങ്കര കുറുതായിട്ടാണ്. ഇനി ഇതിൽ നന്നായി പറ്റി വരുമ്പോൾ ഒരു പ്രത്യേക ടേപ്പ്. ഇതിൽ തലയൊക്കെ ഉണ്ട് കേട്ടോ. തലയ്ക്ക് അധികം കഷ്ണങ്ങളും ഞങ്ങൾ വറക്കാനായിട്ട് മാറ്റി വെച്ചൊക്കെയാണ്. അപ്പോൾ ഇതിൽ തലകളും അതിൻ്റെ മാംസമൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അടിയിലേക്ക് പോയിട്ടാണ് എല്ലാതും കൂടിയുള്ള കറി. അങ്ങനത്തെ ഒരു കറി വീട്ടിൽ വലിയ ഇഷ്ടമാണ്. തലയൊക്കെ ഇട്ടിട്ട് വയ്ക്കുന്നത്. അപ്പം അതാണ് അത് മാറ്റി വെച്ചിട്ട് കറിയൊക്കെ ഇട്ട് അപ്പോൾ നമുക്കിത് മൂടിയിട്ട് കഴിക്കും. അത് വേപ്പലയും കൂടി ഇട്ടിട്ട് നമുക്ക് മൂടി വെക്കാം. വേപ്പലയും കൂടിയിട്ട് കറിക്ക് ഒരു കരി ചാറ്. ഇനി ഞാനിത് ഒരു കാച്ചിലൊക്കെ ശരിയാക്കിയിട്ട് വീണ്ടും ഭയങ്കര കുറുതായ ഒരു കറിയാണ്. എന്താ ഭയങ്കര ടേസ്റ്റിയാണത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാച്ചിലും കൂടി തയ്യാറാക്കുന്നുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ ഇവനെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല, അത്ര ടേസ്റ്റിയായ കറിയാണ്. ഉള്ളി വേപ്പലിട്ട് കാണിക്കാൻ പറ്റില്ല. പച്ചമുളക് ഇതൊക്കെ ആയി വന്നുണ്ട്. നമുക്കിനി ഇത് മീനിലേക്ക് ഒഴിക്കാം. ഇതിപ്പോൾ ഞാൻ മീനിന് വേണ്ടി എടുത്ത വെളിച്ചെണ്ണ അതിന് കുറച്ച് ഞാൻ തെക്കി വെച്ചതാണ്. അത്ര ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ കളർ വരാൻ കാരണം കേട്ടോ. ഇതായി വന്നിട്ട് നമുക്കിത് മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇത് അടച്ചു വെക്കണം കേട്ടോ. അപ്പം ഇതിൻ്റെ മണമൊക്കെ അതിലേക്ക് ശരിക്കും പിടിക്കും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോൾ ഉണ്ടല്ലോ നല്ല മണം. അപ്പം നമ്മൾ ഇതൊക്കെ ഒന്ന് എല്ലായിടത്തേക്ക് ആക്കിയിട്ടൊക്കെ വല്ലാണ്ട് വെക്കണ്ട, പൊടിഞ്ഞു പോകാണ്ടിരിക്കാൻ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.